തൻ്റെ യുദ്ധം രാജ്യത്തിനെതിരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് 2-3 ദിവസങ്ങളായി. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു സംസ്ഥാനമല്ല. സ്റ്റേറ്റ് എന്നുള്ള വാക്കിന് ഡിക്ഷണറിയിലുള്ള അർത്ഥം രാജ്യം, രാഷ്ട്രം എന്ന് മാത്രമാണ്. അതെല്ലാവർക്കും അറിയാം. മനോരമയ്ക്ക് പോലും മനസ്സിലായി. അതുകൊണ്ട് മനോരമ ആ വാർത്ത കൊടുത്തപ്പോൾ രാഹുലിന് നാക്കുപിഴ പറ്റിയതാണോ എന്ന് കോൺഗ്രസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊരു കുറിപ്പ് സഹിതമാണ് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊന്നും പ്രതികരിച്ചില്ലെങ്കിലും ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ ഓർക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് എഡിറ്റോറിയൽ ബ്ലാങ്ക് ആയിട്ട് പ്രസിദ്ധീകരിച്ച പത്രമാണ് ആദ്യം. അതിൻ്റെ പാരമ്പര്യം ഇന്ത്യൻ എക്സ്പ്രസിനുണ്ട്. അതുകൊണ്ട് എൻ്റെ യുദ്ധം BJPക്കും RSSനും എതിരെ മാത്രമല്ല, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്, അല്ലേ? അതെ അതെ. ഒരു ശക്തമായ മുഖപ്രസംഗത്തിലൂടെ അതിൽ ഫ്രോസൻ പെറ്റുലൻസ് എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതിനകത്ത് രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന പദങ്ങൾ പലതവണയും പല പ്രാവശ്യവും പല സന്ദർഭങ്ങളിലും അദ്ദേഹം സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന ഒരു താക്കീത് ആ എഡിറ്റോറിയലുണ്ട്. മാത്രമല്ല, അർബൻ നക്സലൈറ്റുകളെ പോലെ രാഹുൽ സംസാരിക്കുന്നു. അവരുടെ പിടിയിൽ അകപ്പെട്ടുപോയി എന്ന് BJPക്ക് വിമർശിക്കുവാൻ അവസരം കൊടുക്കുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ട് വിദേശത്ത് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കപ്പെട്ട ജോർജ് സോറോസിൻ്റെ സ്വരമാണ് അദ്ദേഹം ഇന്ത്യയിൽ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. സോറോസിന്റെ സ്വരമാണ് ഇന്ത്യയിൽ പ്രകടിപ്പിക്കുന്നത് എന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇത്തരം പ്രസംഗങ്ങൾ എന്നും ഇന്ത്യൻ എക്സ്പ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മുഖ്യം അയാളുടെ വാക്കുകളാണ്. വേർഡ്സ് മാറ്റർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതിൽ രാഹുൽ പരാജയമാണ്, ഇതുവരെ വിജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പരാജയമാണ്. രാഹുലിൻ്റെ പദങ്ങൾ ഇന്ത്യയിൽ ഒരു ആവേശവും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ പദപ്രയോഗങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരായി തീരുകയും ചെയ്യും. അദ്ദേഹത്തെ BJPക്ക് വളരെ എളുപ്പം ഇങ്ങനെ പ്രസംഗിച്ചു പോയാൽ വളരെ എളുപ്പം അദ്ദേഹത്തെ ഒരു എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് കോർണർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരിക്കലും സെൻട്രൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണെന്നും ഇന്ത്യൻ സ്റ്റേറ്റിൽ അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം മറന്നു പോകരുത്. ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി പാർലമെൻറ്റിൽ ഇരിക്കും? പ്രതിപക്ഷ നേതാവാണ്, ഭരണഘടനാ പദവിയുണ്ട്. പ്രതിപക്ഷ നേതാവാണ്, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ന് ഭരിക്കുന്ന കക്ഷി തോറ്റാൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനായ ഒരാളാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇതുവരെ ഉത്തരവാദിത്വമുള്ള ഒരു വാക്കുപോലും വന്നിട്ടില്ല എന്ന് വളരെ പരിതാപകരമാണ് ഈ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണത്തിൽ ഒരു പെസിമിസ്റ്റിൻ്റെ വീക്ഷണമാണ് പ്രകടിപ്പിക്കുന്നത്. ഒട്ടും ലോകകാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ശുഭാപ്തി വിശ്വാസമില്ല. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസമില്ലാത്ത ഒരാളിന് എങ്ങനെ ഇന്ത്യയുടെ ഭാവി നേതാവാകാൻ പറ്റും? ഇതാണ് അവർ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ. ഇതിൽ ശുഭാപ്തി വിശ്വാസമില്ലാഴിക സ്വാഭാവികമല്ലേ? കാരണം അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം കരുതി വച്ചിരിക്കുന്നത് തനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഒരു പദവിയാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവി. ആ പദവി തനിക്ക് 3 തവണ നിരസിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രാവശ്യം കിട്ടുമോ എന്നറിയില്ല. ഇപ്പോൾ തനിക്ക് തൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നും, അപ്പോൾ എൻ്റെ കൈ നോക്കി മോളെ നീ പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു എന്ന് സമീപകാലത്ത് വെളിപ്പെടുത്തിയ പ്രിയങ്ക പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിരന്തരം പരാജയങ്ങൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ്, എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും തോറ്റമ്പി നിൽക്കുന്ന രാഹുലിനോട് ഇനി അടുത്ത തിരഞ്ഞെടുപ്പാകുമ്പോൾ ഇയാളങ്ങ് മാറി നിൽക്കുക എന്ന് പ്രിയങ്ക പറഞ്ഞാൽ, ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രിയങ്ക ഇപ്പോൾ പറയുന്നത് വെറുതെ ആയിരിക്കില്ല. ഇല്ല, അത് സഹോദരനോടുള്ള ഒരു മെസ്സേജും കൂടി ആയിരിക്കാം. തോറ്റില്ലേ, ഇനി ഞാൻ നോക്കട്ടെ എന്നൊരു സന്ദേശം ഒരുപക്ഷെ കോൺഗ്രസിൽ പോലും വരാം. ഇപ്പം ഈ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട എല്ലാ ഘടകകക്ഷികളും രാഹുലിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല. മമത വരണം, നേതൃമാറ്റം വേണം, ഇന്ത്യ മുന്നണിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പല നിരാശാബാധിതനായി തനിക്ക് കിട്ടാത്തത് മുടിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ? അതെ അതെ. അത് മാത്രമല്ല, ഈ സന്ദർഭം ഓർക്കണം. കോൺഗ്രസിനാണെങ്കിൽ ഇന്ത്യയിൽ പദ്ധതികളോ പ്രവർത്തനമോ
കൊണ്ടുവരുവാനോ ഒരു പരിപാടിയുമില്ല. അവസാനം ഇപ്പോൾ അവർ ഈ പ്രസംഗത്തിന് കാരണമായ പരിപാടി എന്ന് പറയുന്നത് കോൺഗ്രസ് മന്ദിരത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ അത് പാർട്ടിയുടെ ഒരു സ്വകാര്യമായ പാർട്ടി പ്രവർത്തകർക്ക് മാത്രം താല്പര്യമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണം എന്നാണ്. RSSനെയും BJPയോടും യുദ്ധം ചെയ്യണമെന്ന് പറയുന്നത് പാർട്ടിക്കാർക്ക് മനസ്സിലാകാം. ഈ ജയറാം രമേശിനെ പോലെ ഒക്കെ ഉള്ള നേതാക്കൾ, സാംബിട്രോഡയെ പോലെ ഉള്ളവർ ഇതെങ്ങനെ കേട്ടിരുന്നു? അല്ല, അവരുടെ ഉള്ളിലിരിപ്പാണ്, അവർ ഫീഡ് ചെയ്യുന്നതാണ് ഇയാൾ പറയുന്നത് കുറെ കാലമായിട്ട്. പിത്രോദ നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളാണ്. അത് ചിക്കാഗോയിൽ വളരെ അതിസമ്പന്നനായി ജീവിക്കുകയും ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയിത്തീരാമോ എന്ന് പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരു ഭാഗ്യാന്വേഷി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താം. ജയറാം രമേശ് അതല്ല. ജയറാം രമേശ് ഉത്തരവാദിത്വം ഉള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായിരുന്നു ഒരിക്കൽ. പക്ഷേ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ്സും കുറേ കാലമായി വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. രാഹുൽ ഗാന്ധിയെ ഒരിക്കലും തിരുത്താൻ ശ്രമിക്കാറില്ല. രാഹുലിന് ഈ നറേറ്റീവ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ തിരുത്താൻ അവർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അധികാരം കുടുംബത്തിൻ്റെ സൗഭാഗ്യമായി കൈവരണം എന്ന് ആഗ്രഹിക്കുകയും അതാണ് തങ്ങളുടെ അവകാശം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളിനോട് യുക്തിപൂർവ്വം സംസാരിക്കാൻ പറ്റില്ല എന്ന് ജയറാം രമേശിനെ പോലുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് തോന്നിയിരിക്കാം. സൗത്ത് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ്സിന് എടുത്തു പറയാനുള്ള പേരുകളിൽ ഒന്നാണല്ലോ ജയറാം രമേശ്. അപ്പോൾ രാഹുൽ, അവരുടെ നേതാവ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ ഈ ഡെമോക്രസിയിൽ ഡൈനാസ്റ്റിയുടെ കാലം പോയി എന്ന് രാഹുൽ ഗാന്ധിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പക്ഷേ സാർ, ഈ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ നോക്കുമ്പോൾ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ ഗാന്ധി ഇതുവരെ തികഞ്ഞ പരാജയമാണെന്ന് അവർ പറയുന്നു. ഇതുവരെ പരാജയമായിരുന്നു. രണ്ടാമത്, ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു സംഗതി ആ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ഇന്നാണ്, 18-ാം തീയതിയാണ്. 19, 20 കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ വരികയാണ്. ട്രംപ് യുദ്ധം ചെയ്യുന്നത് താൻ ആദ്യത്തെ ദിവസം ഒപ്പിടാൻ പോകുന്ന 5 കാര്യങ്ങളിലൊന്ന് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ്, മുഖമാണ് സോറോസ്. സോറോസിന്റെ ശബ്ദം പോലെയാണ് രാഹുലിന്റെ ശബ്ദമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ ആഗോള തലത്തിൽ തന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഇന്ത്യൻ ടൂളാണ് രാഹുൽ എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പരോക്ഷമായി ആരോപിക്കുകയാണ്. അപ്പൊ രാഹുലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് ഈ എഡിറ്റോറിയൽ. തീർച്ചയായിട്ടും രാഹുൽ അൺഫിറ്റാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് ഭംഗ്യം തരാണ് അവർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഹെഡിങ് തന്നെ, ഫ്രോസൺ പെറ്റുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുശാഠ്യം, മരവിപ്പിക്കുന്ന ദുശാഠ്യം എന്നാണ്. ഈ എന്നെ പ്രധാനമന്ത്രിയാക്കണം, അല്ലെങ്കിൽ ഇത് ഒരു ഏകാധിപതിയുടെ പോലും മനസ്സിൽ ഉദിക്കാത്ത തരത്തിലുള്ള ഒരു ബാലിശം എന്ന് അവർ പറയുന്നില്ല. പക്ഷേ ഇത് പക്വതയുള്ള ഒരു നേതാവിൻ്റെ വാക്കുകളല്ല. എക്സ്ട്രീം ലെഫ്റ്റിലേക്ക് ഇദ്ദേഹത്തെ ഒതുക്കി നിർത്താൻ BJPക്ക് അദ്ദേഹം തന്നെ ഒരു ആയുധം ഇട്ട് കൊടുക്കുകയാണ്. ഏറ്റവും ഇടത്തെ അറ്റത്തെ അങ്ങേ മൂലയ്ക്ക് പോയി സ്വയം ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഡെഡ് എൻഡ് എന്നും അതാ പറഞ്ഞത്, ആത്മഹത്യ മുൻപ്. അല്ല സാർ, എനിക്ക് ഒരു പ്രധാനപ്പെട്ട സംശയം. ഇത് വളരെ, ഞാൻ പറഞ്ഞില്ലേ, മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു, അതിനുശേഷം ലേഖകന്റെ വകയായിട്ട് രാഹുൽ ഗാന്ധിക്ക് നാക്കുപിഴ പറ്റിയതാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മീനിങ് അദ്ദേഹം ഉദ്ദേശിച്ചതാണോ എന്ന് കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ വ്യക്തമാക്കിയിട്ടില്ല എന്ന് ലേഖകന് എഴുതേണ്ടി വന്നു. അതായത് ആ ലേഖകനും അത് പ്രസിദ്ധീകരിച്ച പത്രത്തിനും വരെ തോന്നി ഇത് തെറ്റാണ്, ഇങ്ങനെ പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് പത്രം അങ്ങനെ എഴുതുന്നത്? നമ്മളൊക്കെ പത്രത്തിൽ പണിയെടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ചേർക്കേണ്ടി വരുന്നത് ഇതിനോട് നമുക്ക് യോജിപ്പില്ല. അത് കോൺഗ്രസിന്റെ ഏകദേശം ഒരു മുഖപത്രം പോലെയാണ്, അവർക്ക് പോലും എഴുതേണ്ടി വന്നു. എന്നിട്ടും ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകർ എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ഈ പ്രസ്താവന ഇവിടെ ചർച്ചയാവേണ്ടതല്ലായിരുന്നു. ഒരു ചാനലിൽ ചർച്ചയായില്ല, ഒരു ചാനലിൽ പ്രധാനപ്പെട്ട വാർത്തയായില്ല, ഒരു പത്രത്തിലും ഒന്നാം പുറം വാർത്തയായില്ല, നമ്മുടെ നാട്ടിലെ ഒരു പത്രത്തിലും പത്രാധിപക്കുറിപ്പ് എഡിറ്റോറിയൽ വന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയെ നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നില്ല. കാരണം അദ്ദേഹം 15 വർഷത്തെ പരീക്ഷണത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് വിജയിച്ച് കാണിക്കും. അതാണോ അതോ രാഹുലിനോടുള്ള വിധേയത്വം? 2, പിന്നെ കോൺഗ്രസിനെ ഇനി എന്നെ തല്ലണ്ടമ്മാവ നന്നാവില്ല എന്നാണല്ലോ കോൺഗ്രസിനെ കുറിച്ചുള്ള എല്ലാ ഫീച്ചറിൻ്റെയും പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു ഹെഡ്ലൈൻ. ഈ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ട് എന്ത് കാര്യം എന്നും കരുതുന്നുണ്ടാവും ഇവിടുത്തെ മാധ്യമങ്ങൾ. ആ കൂട്ടത്തിലും
കുറച്ച് ഈ ചത്ത പാമ്പിന് തല്ലിയിട്ട് വല്ല കാര്യമുണ്ട്. അങ്ങനെയാണോ സാർ? അതാകാനാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും BJPയെ ചെറുക്കാൻ കോൺഗ്രസ് എന്നുള്ള പാർട്ടിക്ക് കേരളത്തിലെങ്കിലും സംഘടനാ ബലം ഉള്ളതുകൊണ്ട് അവിടെ ആ കോൺഗ്രസിൻ്റെ ഒരു ഇമേജിനെ മോശമാക്കണ്ട എന്നുള്ള കോൺഗ്രസിനെ രക്ഷിക്കാനുള്ളൊരു തത്രപ്പാടായിക്കൂടെ? അതുകൊണ്ടൊരു വിൽഫുൾ സൈലൻസ് ആണ് അതെ എന്ന് പറയാനും അങ്ങനെ പണ്ടൊരു മാധ്യമ പ്രവർത്തക പറഞ്ഞു, സാർ ഓർക്കുന്നില്ലേ, ഈ മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പലതും ശരിയല്ല, എതിർക്കേണ്ടതാണെന്ന് അറിയാം, പക്ഷെ ഞങ്ങളിത് പറയാത്തത് അത് സംഘപരിവാർ ശക്തികളെ ശക്തിപ്പെടുത്തുമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യദ്രോഹപരമാണ്, ജനാധിപത്യപരമാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ് എന്നൊക്കെ നല്ല ബോധ്യമുണ്ടെങ്കിലും അത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ബേസ് നഷ്ടപ്പെടുകയും BJP ശക്തിപ്പെടുകയും ചെയ്യും. അതിന്റെ അപ്പുറത്ത് എതിരിൽ നിൽക്കുന്നത് മോഡിയെ സ്തുതിക്കുന്നതിന് തുല്യമാണ് എന്ന് അതുകൊണ്ടും വരാമല്ലോ. അങ്ങനെ ഒരു ഭയം പൊതുവിൽ നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിൽ മാത്രം. പക്ഷേ മാധ്യമ ശ്രദ്ധ ജനങ്ങൾ പരിശോധിച്ച് നോക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളെ സീരിയസ് ആയി കാണുന്ന ഗൗരവബുദ്ധിയുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാർ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഇവരെത്ര ശതമാനം കള്ളത്തരം പറയുമെന്ന് മാധ്യമത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആളുകൾ പറയും. അപ്പോൾ എല്ലാ വാർത്തകളും എഡിറ്റ് ചെയ്താണ് ആളുകൾ വായിക്കുന്നത്. അപ്പോൾ ഒരു വാർത്ത പറയാതിരിക്കുന്നതും അത് അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി. പറയാതിരുന്നില്ല അറിയാതിരിക്കുമല്ലോ. അറിയാതിരിക്കത്തില്ല ഇന്നത്തെ കാലത്ത്, സോഷ്യൽ മീഡിയ ഉള്ളത്. ഇന്ന് വിപുലമായ മാധ്യമ സാധ്യതകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തിയും പത്രാധിപരും റിപ്പോർട്ടറും ആയിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. പറയാതിരിക്കുന്ന ആളിന് അയാൾക്ക് തന്നെ അതിൻ്റെ മോശം അനുഭവിക്കേണ്ടി വരും എന്നേ ഉള്ളൂ. ആ വലിയ പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ഒരു മഹത്തായ ദിനപത്രം രാഹുൽ ഗാന്ധിക്ക് യു ആർ അൺഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതെ ദുശാഠ്യക്കാരനായ ഈ ആൾ നമ്മളെ മരവിപ്പിക്കുന്നു. അതാണ് എൻ്റെ ധ്വനി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.